വേനൽ മഴയാണോ വർഷക്കാലാണോ എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലായിരുന്നു കേട്ടോ നമ്മുടെ ഇവിടെ മഴ പെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇടയ്ക്കും ഇടയ്ക്കൊക്കെ ആയിട്ട് വല്ലപ്പോഴും മഴയൊക്കെ. അങ്ങനെ ഒരു മഴ ദിവസം 18ാം പിറന്നാൾ ആഘോഷിക്കുന്ന നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. നല്ല ഗംഭീര മഴയുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മൂവാണ്ടൻ്റെ കടയ്ക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം അടിച്ച പെയിൻറ്റും കാര്യങ്ങളും ഒക്കെ തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ മഴ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്തോ പിടിച്ചോ എന്നുള്ള രീതിയിലാണ് പെയ്യുണ്ടാവുക. അത് കാരണം കൊണ്ട് അതൊന്നും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ മഴ കൊണ്ട് അതിനെന്തെങ്കിലും കേടുപാട് വരണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതൊന്നും മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. എന്നാലും കുട പറഞ്ഞാൽ കയ്യിൽ കിട്ടിയാൽ നമ്മൾ ഏറ്റവും ആദ്യം പാടുന്ന പാട്ട് ഏതായിരിക്കും? മഴ മഴ കുട മഴ വന്നാൽ വീട്ടിൽ പോടാ, അതായിരിക്കും അല്ലേ. അങ്ങനെ നമ്മൾ മഴയോട് കൂടിയിട്ട് ഇന്നത്തെ വ്ളോഗ് ഇവിടെ ആരംഭിക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ശ്രീയാണ് കേട്ടോ. കുഞ്ഞിൻ്റെ ബാല്യം എനിക്ക് നല്ല രീതിയിൽ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നേടാ. കാരണം നമ്മൾ ആ സമയത്താണ് നഴ്സിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് പൂനെയിൽ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അവിടുന്ന് തിരിച്ച് വന്നിട്ട് എപ്പോഴും നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ഗ്രാൻഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഒന്നുമല്ല. നമ്മളൊരു കേക്കൊക്കെ മുറിക്കും, എല്ലാവരും കൂടിയിരുന്നൊരു ഭക്ഷണമൊക്കെ കഴിക്കും, അങ്ങനെയൊക്കെ കേട്ടാ. അപ്പോൾ ഇപ്രാവശ്യം നമ്മളൊന്നും വേണ്ടാന്ന് ആദ്യം തീരുമാനിച്ചതാണെന്നുണ്ടെങ്കിലും ഈ ആ ഒരു ദിവസം കഴിയുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇന്നല്ലേ ബർത്ത്ഡേ കൊച്ചിനൊരു ഓർമ്മയിലേക്ക് കുറച്ച് കുറിപ്പുകളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു ചിക്കനും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാനായിട്ട് തീരുമാനിച്ചു. എല്ലാവരും കൂടാനും അതുപോലെ തന്നെ എല്ലാവരെയും കാണാനും ചെറിയൊരു ഗെറ്റ് ടുഗദറൊക്കെ ആഘോഷിക്കാനും പറ്റുന്ന സമയമാണ്. വലിയ ആൾക്കാരൊന്നും ഉണ്ടാവില്ല, നമ്മൾ കുറച്ച് പേര്. പിന്നെ അവിടെ ചേച്ചി താമസിക്കുന്നതിൻ്റെ അടുത്തായിട്ട് ഇളയച്ചന്മാർ ഇളയമ്മമാരൊക്കെ ഉണ്ട്. അവരൊക്കെ ഒന്ന് വിളിച്ച് ചെറിയൊരു കുട്ടി ആഘോഷം, ഒരു കുട്ടി പാർട്ടി ആവാമെന്ന് വിചാരിച്ച് നമ്മൾ ചിക്കൻ കറി ഇവിടെ തന്നെ തയ്യാറാക്കിയിട്ടാണ് പോണത് കേട്ടോ. ഞാൻ എപ്പോഴും ചിക്കൻ വറുത്താണ് വെക്കുക. എനിക്ക് വേറെ റെസിപ്പികളൊക്കെ ട്രൈ ചെയ്യാനായിട്ട് ഭയങ്കര പേടിയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ളത് നമ്മുടെ ചിക്കൻ ഈ വറുത്ത് ഇങ്ങനെ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ഒരു സ്റ്റൈൽ ഉണ്ടല്ലോടാ, അതിൽ വെക്കുന്നതാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഉപ്പും മുളകും കുരുമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ കൂട്ടി നമ്മൾ ഗരം മസാല അടക്കം കൂട്ടി നമ്മൾ തിരുമ്മി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത്തിരി ഗ്രേവി അധികം വേണ കാരണം കൊണ്ട് നമ്മൾ ഈ സവോള ഇടുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ചെറുള്ളിയിൽ തയ്യാറാക്കി എടുക്കുക നല്ലത്. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ചെറുള്ളി ആണെന്നുണ്ടെങ്കിൽ. ഇതിപ്പോൾ നമുക്ക് ചപ്പാത്തിക്കാണ് റെഡിയാക്കുന്നത്. അത് കാരണം കൊണ്ടാണ് നമ്മൾ കുറച്ച് ഗ്രേവിയിൽ തയ്യാറാക്കുന്നത്. അപ്പോൾ ശ്രീകുട്ടൻ വന്ന ശ്രീകുട്ടൻ്റെതായ കോൺട്രിബ്യൂഷൻ നടത്തി തന്ന ആൾ പോയിട്ടുണ്ട്. അപ്പോൾ 2-3 സവോള ഇടാമെന്ന് വിചാരിച്ച പിന്നെ നമ്മുടെ വീട്ടിലാകെ 2 സവോളയേ ഉള്ളൂ. പിന്നെ ഡൽസേൻ്റെ ഇടയ്ക്ക് പോയിട്ടു ശ്രീകുട്ടൻ ഓടിപ്പോയി അവിടെ നിന്ന് നമ്മുടെ സവോളയൊക്കെ മേടിച്ചിട്ട് വന്നു. അതും കൂടെ അരിഞ്ഞിട്ടിട്ടാണ് നമ്മൾ ചിക്കൻ ഇന്ന് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഡൽസേൻ്റെ കോൺട്രിബ്യൂഷനും കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളൊരു 10-20 മിനിറ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, അത് നമ്മളിങ്ങനെ വറുത്തെടുക്കും. ഇവിടെ മിക്കതും എല്ലാ വിശേഷങ്ങൾക്കും ഈ ഒരു രീതിയിൽ തന്നെയാണ് ചിക്കൻ വെക്കുന്നതുണ്ടാവുക. നിങ്ങൾ കുറേ പ്രാവശ്യം കണ്ടിട്ടും ഉണ്ടാവും. നമ്മുടെ വീട്ടിലെ സവോള കഴിഞ്ഞായിരുന്നു. ഡൽസിയാൻ്റെ കട മേടിച്ചോണ്ട് വന്നത് ഇപ്പോൾ 4 വേണം വെച്ചാൽ 2 ഇട്ടാൽ മതി, അല്ലെങ്കിൽ നമ്മൾ കൂട്ടാൻ ഭയങ്കരമായിട്ട് മതിരിക്കും. ഞാൻ പിന്നെ ചെറുള്ളിമ വെച്ചാലോന്ന് വിചാരിച്ചു, പക്ഷെ എനിക്ക് നന്നാക്കാനുള്ള മടി കാരണേ നമ്മൾ വിചാരിച്ചിരുന്നു ഇങ്ങനെയാവട്ടെ. ഭാഗ്യം വരുമ്പോൾ ചിലപ്പോൾ ചപ്പാത്തി കൊണ്ടുവരും. അപ്പം നമുക്ക് ഒരു 4 പാക്കറ്റ് ചപ്പാത്തി കൂടിയായ സെറ്റാവും. ചിക്കനൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേറൊരു ചട്ടിയിലാണ് പിന്നെ അതിൻ്റെ ഗ്രേവി തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ചിക്കൻ വേറെ ഒരു ഇതിലേക്ക് മാറ്റേണ്ടി വരില്ല, അതിൽ തന്നെ ഇട്ട് ഗ്രേവി ആക്കി എടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിൽ നമ്മളൊരു 3-4 സവോള, വലിയ സവോളയാണ് കേട്ടോ, അത് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഗ്രേവി വേണ്ട കാരണം കൊണ്ടാണ്. എനിക്ക് പൊതുവേ സവോള ഇടുമ്പോൾ ചിക്കൻ കറിക്ക് ഒരു സ്വീറ്റ്നെസ് ഫീൽ ചെയ്യാറുള്ളത്. അത് കാരണം നമ്മൾ കുഞ്ഞുള്ളിയിലാണ് ഉണ്ടാക്കാറത്. ഇന്ന് ഇത്തിരി മടിയൊക്കെ ആയി പോയ കാരണം കൊണ്ടാണ് നമ്മൾ സവോള ഇതിൽ തയ്യാറാക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ പേസ്റ്റാക്കി വെക്കാറുണ്ടല്ലോ, ഇതുപോലെ സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാറുണ്ടല്ലോ, അതിൽ നിന്ന് ഒരു പിടിയോളം എടുത്തിട്ടുണ്ടായിരുന്നു. അതിട്ടു, വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ നല്ല പച്ചമുളക്, നാടൻ നമ്മുടെ അവിടെ ഇല്ലാത്ത കാരണം കൊണ്ടും പിന്നെ നമുക്ക് എരിവ് കുറവ് മതി എന്നുള്ള കാരണം കൊണ്ടും നമ്മൾ സാമ്പാർ മുളക് തന്നെയാണ് അരിഞ്ഞിട്ടിട്ടുള്ളത്. ചപ്പാത്തിക്കൊക്കെ ആകുമ്പോൾ ഒത്തിരി എരിവ് ഉണ്ടായിട്ടുണ്ടെങ്കിലേ ഭയങ്കരമായിട്ട് നമുക്ക് മടുക്കുക കറി കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പിള്ളേരാണ് മുഴുവനും കഴിക്കാൻ പോകുന്നത്. ബർത്ത്ഡേ പാർട്ടിയൊക്കെ ആകുമ്പോൾ കുഞ്ഞു വാവുകൾക്ക് എല്ലാവരും സന്തോഷമൊക്കെ വേണ്ടേ. അപ്പോൾ നമ്മൾ കുറച്ചിട്ടിട്ടുള്ളൂ കേട്ടോ മസാലകളൊക്കെ. അപ്പോൾ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല അതുപോലെ തന്നെ കുരുമുളക് പൊടി ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് കുറച്ച് തക്കാളിയിൽ സോയ ഒരു 2-3-4 തുള്ളി സോയ, അത് ചിക്കൻ കറിക്ക് ഒരു ബ്ലാക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സോയാ സോസില്ലേ, ഡാർക്ക് സോയാ സോസ്, അത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് അത് ഈ ഒരു ഗ്രേവിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ മസാലയ്ക്ക് ഒഴിച്ചു കൊടുത്ത് പിന്നെ ഇത്തിരി വെള്ളം ആവശ്യത്തിന്, ഗ്രേവി വേണ്ട ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് വെറ്റിച്ച് വേവിച്ചെടുക്കാം. ആ ഒരു ഗ്രേവിയാണ് നമ്മുടെ ആ വറുത്ത ചിക്കനിലേക്ക്
അതിലേക്ക് നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഒരു 10 മിനിറ്റ് നമ്മളിതിനെ തുറന്ന് വെച്ചിട്ട് തന്നെ ആ ഗ്രേവിയൊക്കെ നമ്മുടെ മസാല ഓൾറെഡി നമ്മൾ ചിക്കനിൽ മാരിനേറ്റ് ചെയ്ത് വെച്ച കാരണം കൊണ്ട് അതും കഴിക്കാൻ രസം ഉണ്ടാവും. ഇതുപോലെ ഗ്രേവിയും കൂടി പുളിയൊക്കെ അതിലേക്ക് ചെല്ലുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമ്മൾ വെച്ചാലും ഫ്ലോപ്പ് ആവില്ല, മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളതല്ലേ എന്ന് തോന്നുന്ന സമയത്ത് ഞാൻ ഈ ഒരു റെസിപ്പി മാത്രമേ ഫോളോ ചെയ്യാറുള്ളൂ. എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള റെസിപ്പി. എനിക്ക് വേറെ ചിക്കൻ, ഇപ്പോൾ അഫ്ഗാനീസ് ചിക്കൻ ആയോട്ടെ അങ്ങനെയുള്ള കറികളൊക്കെ ഇല്ലടാ, നമ്മളിപ്പോൾ വേറെയുള്ള രീതിയിലുള്ള സംഭവങ്ങളൊന്നും എനിക്ക് സെറ്റ് ആവില്ല. ഇതാണ് എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത്. അങ്ങനെ അതൊക്കെ ഒരു പാത്രത്തിലേക്ക് ആക്കി കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടിട്ട് പോവാം എന്ന് വിചാരിച്ചപ്പോഴാണ് കുറച്ച് പഴം അവിടെ ഇരിക്കുന്നത് കണ്ടതാണ്. പഴത്തിന്റെ കോലം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞെട്ടും. ഇതിങ്ങനെ കറുത്ത് 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 കറുത്ത ഒരു കോലത്തിലാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ അത് ഉള്ളി തുറന്നു നോക്കിയപ്പോഴേ നല്ല ഫ്രഷ് ആയിട്ടുള്ള പഴം. ആ പുറത്ത എന്താ പറയാ, നമ്മുടെ ആ ബുക്കിന്റെ പുറംചട്ട മാത്രമാണ് വൃത്തികേടുള്ളൂ. ഉള്ളിലേക്ക് പോകുമ്പോൾ അഗാധമായിട്ടുള്ള കണ്ടന്റുകളുള്ള പോലെ തന്നെ ഈ ഒരു നമ്മുടെ നേന്ത്രപ്പഴം, നമ്മുടെ ഇവിടെ നേന്ത്രപ്പഴം എന്നാണ് പറയുക. നേന്ത്രപ്പഴം ഭയങ്കര ഭംഗി. അന്നാ പിന്നെ പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇത്ര പഴം കൊണ്ട് പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ കഴിയില്ല. നമുക്ക് ആകെ ഒരൊറ്റ പഴം വേണ്ടു, അതിനൊരു 6 കഷ്ണമാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലത്തെ എല്ലാവരും കഴിക്കൽ കഴിയും. ഇപ്പോൾ ചേച്ചിയുടെ അവിടെ ആകുമ്പോൾ കുറേ ചേച്ചിമാരും കുഞ്ഞിൻ്റെ അമ്മായിമാരും ആൻറ്റിമാരും അനിയന്മാരും അനിയത്തിമാരൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ കൊടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ കുറച്ച് പഴംപൊരിയും കൂടി ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ ബാഗിനുള്ളത് മാത്രം എടുത്ത് വെച്ചിട്ട് ബാക്കിയുള്ളത് അങ്ങനെ തന്നെ നമ്മുടെ ഈ ഒരു പാക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട്. അല്ല, പാക്കറ്റിലല്ലോ, ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ പഴംപൊരി പരിപാടി തുടങ്ങാം. പഴംപൊരി ഉണ്ടാക്കുമ്പോൾ എനിക്ക് അപ്പോൾ നമ്മുടെ തലൂര് വീടും നമ്മുടെ ഷോപ്പും ഒക്കെ ഓർമ്മ വരും. കാരണം ഓരോടനെ നമ്മൾ 10, 30, 50 പഴംപൊരിയൊക്കെ 100 പഴംപൊരിയൊക്കെ ഡെയിലി ഞാൻ ഉണ്ടാക്കിയിരുന്ന ദിവസങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെപ്പോഴും പഴംപൊരി ഉണ്ടാക്കുമ്പോൾ മൈദ, കുറച്ച് ഗോതമ്പ് പൊടി, പിന്നെ കുറച്ച് അരിപ്പൊടി ഇടും, നല്ല കറുന്നിരിക്കാൻ വേണ്ടിയിട്ട്. അതിൽ ഉപ്പും ആവശ്യത്തിന് പഞ്ചസാര ഇടും. പിന്നെ നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സോഡാപ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, നല്ല ഗുണ്ടപ്പനായിട്ട് ഇരിക്കാനായിട്ട്. അപ്പോൾ സോഡാപ്പൊടി ഇടുമ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ സോഡാപ്പൊടി ഇടണില്ലെങ്കിൽ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അഥവാ സോഡാപ്പൊടി ഇട്ടിട്ട് ഗുണ്ടപ്പനായി കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ അപ്പകാരം ഇട്ട് കൊടുത്തിട്ട് ഒരു 10-20 മിനിറ്റ് ആ മാവിനെ മാറ്റി വയ്ക്കുക. എന്നിട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് നമ്മുടെ ഈ ഒരു നല്ല പഴുത്ത നേന്ത്രപ്പഴം ഉണ്ടല്ലോ, അതിൽ പഴംപൊരി ഉണ്ടാക്കി എടുക്കണം. അതായത് നമ്മൾ ഈ കാണുന്ന പഴംപൊരി ഉണ്ടല്ലോ അവിടെ നല്ല നല്ല ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഉതിർന്ന് ഇങ്ങനെ കൈ വെച്ചേക്കടെ അന്തിപ്പോണ തരത്തിൽ പഴുത്ത നല്ല മധുരമുള്ള ഈ ഒരു പഴംപൊരി, അതാണ് ഏറ്റവും ടേസ്റ്റുള്ള പഴംപൊരി എന്ന് പറയുന്നത്. അപ്പം പഴംപൊരി ഉണ്ടാക്കാൻ താല്പര്യപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ല പഴം കടയിൽ കാണുമ്പോഴേ ഒന്ന് മേടിച്ചുണ്ടാക്കി നോക്കണം. എല്ലാവർക്കും അറിയാം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പഴം നിറച്ചതും അങ്ങനെ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് പുറത്ത് നമ്മുടെ ആ ഒരു മാവിൽ കുറച്ച് മധുരം പഞ്ചസാരയൊക്കെ ആഡ് ചെയ്താൽ മതി. നാച്ചുറൽ മധുരമാണല്ലോ എപ്പോഴും നമ്മുടെ ഹെൽത്തിന് നല്ലത്. അങ്ങനെ നമ്മുടെ അടിപൊളി പഴംപൊരി ഒരു പടല പഴത്തിന് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴും ഇത് കഴിഞ്ഞൊന്നുമില്ല കേട്ടോ, അത്രയധികം പഴംപൊരി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ പഴംപൊരി ഉണ്ടാക്കി കഴിഞ്ഞു, ചിക്കനും സെറ്റായി കഴിഞ്ഞു. ഇനി ഭാഗ്യൻ നമ്മുടെ ഷോപ്പിൽ നിന്ന് തന്നെ ചപ്പാത്തി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ചപ്പാത്തി നമുക്ക് ഹാഫ് കുക്ക് ചെയ്യുന്ന ചപ്പാത്തിയാണ്. അത് ഭാഗ്യം വരുമ്പോൾ കൊണ്ടുവരും. അതുമായിട്ട് നമുക്കിനി കിച്ചണൊക്കെ വൃത്തിയാക്കിയിട്ട് ഒല്ലൂർക്ക് പോവാം കേട്ടോ. ഇപ്പം മിക്ക സമയം ഇതൊക്കെ തന്നെ പരിപാടി. ഈ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുന്ന സമയങ്ങളിൽ നമ്മുടെ സ്റ്റോറി ടെല്ലും കഥകളൊക്കെ മാറ്റി വെച്ചിട്ട് ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കേൾക്കും. എന്നാലും ഇത് സെറ്റായിട്ടൊന്നും വരുന്നില്ല കേട്ടോ. എനിക്ക് കുറച്ചും കൂടെ സമയം വേണമെന്ന് തോന്നുന്നു പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്താവോ ജയിച്ചാൽ മതിയാണെന്നു എന്നാണ് ഇപ്പം എൻ്റെ ചിന്ത. അങ്ങനെ നമ്മുടെ കിച്ചണൊക്കെ നമ്മൾ അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ശ്രീ ഈ ഒരു നാനോ വൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമാണോ എന്ന്. നമ്മൾ ഓരോ വർക്ക് കഴിയുമ്പോഴും ഇതുപോലെ തന്നെ നമ്മൾ നല്ല രീതിയിൽ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് അടിപൊളിയാണ്. ടോട്ടലി നമ്മുടെ കിച്ചൺ കാണാനായിട്ട് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര നീറ്റ് ആൻഡ് ടൈഡി ക്ലീൻ ലുക്കാണ് കേട്ടോ. അത് കാരണം കൊണ്ട് ഞാനിത് എപ്പോഴും നമ്മുടെ അടുക്കളയിലത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് എത്ര തിരക്കുണ്ടെങ്കിലും നമ്മുടെ ഈ ഒരു നാനോവേറ്റിൻ്റെ ഭാഗം വൃത്തിയാക്കി ഇടാറുണ്ട്. എന്നിട്ടാണ് നമ്മൾ ക്ലാസ്സിലേക്കൊക്കെ പോണത്. അപ്പോൾ ഫൈനലി ഇതാ നമ്മുടെ അടിച്ചു വാരി തുടക്കൽ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടി പാർട്ടി ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടൊന്ന് ഒരുങ്ങാമെന്ന് വിചാരിച്ച് ഏട്ടായും ചേച്ചിയൊക്കെ വിളി തുടങ്ങിയിട്ട് കുറച്ചധികം നേരമായിരിക്കണം. പോകാനുള്ള ഒരുക്കത്തിലായി. ഭാഗ്യം വന്നപ്പോൾ ചപ്പാത്തി കൊണ്ടുവന്നു കേട്ടോ. ചപ്പാത്തി അവിടെ ചെന്നിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു.
നമുക്കിനി ഒരുങ്ങാം. എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. ശ്രീ അടുക്കളയിൽ നിൽക്കുമ്പോഴും പുറത്തേക്ക് ഇറങ്ങുമ്പോഴും രണ്ടാളായിട്ടാണല്ലോ ഇറങ്ങുക, ഇത്രയ്ക്കധികം മേക്കപ്പ് ഇടാറുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അത്രയ്ക്കധികം മേക്കപ്പ് ഇടുന്നതല്ല. നമ്മുടെ ലിപ്സ്റ്റിക്ക് നമ്മുടെ ചുണ്ടിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തും. പിന്നെ കണ്ണൊന്ന് ഹൈലൈറ്റ് ചെയ്യും. പിന്നെ പുരികം അത്യാവശ്യം നല്ല രീതിയിൽ എഴുതും. അത്ര മാത്രമേ ചെയ്യാറുള്ളൂ. ഞാൻ ബേസ് ഒന്നും ചെയ്യാറില്ല. ബേസ് അത്യാവശ്യം നമ്മുടെ ഫ്ലോലെസ് ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല കുരുവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സ്കിൻ കെയർ ഉണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ വരും. നന്നായിട്ട് ഫുഡ് കഴിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, അപ്പോൾ സെറ്റ് ആവില്ല. എനിക്കിത് കണ്ണാട നോക്കി ചെയ്താലേ ശരിയാവുള്ളൂ. ക്യാമറ നോക്കി ചെയ്താൽ ശരിയാവില്ല. അത് കാരണം കൊണ്ടാണ് കേട്ടോ ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കണ്ണ് എഴുതുമ്പോഴും ലിപ്സ്റ്റിക് ഇടുമ്പോഴും നമ്മുടെ മുഖത്ത് വരുന്ന ബ്രൈറ്റ്നസ് ഉണ്ടല്ലോ, അതാണ് നമുക്ക് അത്രയും ഡിഫറൻറ്റ് തരുന്നത്. അപ്പോൾ കണ്ണ് എഴുതിയിരിക്കുന്നത് നമ്മുടെ ലോറിയലിൻ്റെ ജെൽ ഐലൈനർ കൊണ്ടും, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ലിപ്സ്റ്റിക് ഇട്ടിരിക്കുന്നത് വിനൈൽ ലിങ്ക് മെബിലിൻ്റെ ആണ് കേട്ടോ. ഏപ്രിൽ 11-ാം തീയതിയാണ് കേട്ടോ നമ്മുടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ വരുന്നത്. ഒരു 10-18 കൊല്ലം മുന്നേ നമ്മളിങ്ങനെ ജില്ലാ ആശുപത്രിയുടെ ലേബർ റൂമിൻ്റെ മുന്നിൽ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഇരിക്കുന്നതും, അതുപോലെ തന്നെ ചേച്ചിയുടെ ആ ഒരു വിഷമം കാണുന്നതും, ഏട്ടായിയുടെ ടെൻഷൻ കാണുന്നതും ഒക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ നമുക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ എന്താ പറയുക, അതൊക്കെ വലിയ വലിയ ഓർമ്മകളാണല്ലേ. ഈ ഒരു ജന്മം നമ്മൾ മറക്കാത്ത വലിയ വലിയ ഓർമ്മകളാണ് അതൊക്കെ. കുഞ്ഞിനെ ആദ്യമായിട്ട് എടുക്കുന്നതും അവളെ കാണുന്നതും ഒക്കെ എൻ്റെ ദൈവമേ, ഹോ, വലിയൊരു സംഭവമായിരുന്നു. കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ കുഞ്ഞിൻ്റെ തലയിലൊരു കുഞ്ഞു മൊഴി ഉണ്ടായിരുന്നു കേട്ടോ. അത് വെറുതെ വെള്ളം പോലെ എന്തോ അക്യുമുലേഷൻ ആയിരുന്നു. അതൊക്കെ ടെൻഷൻ അടിച്ചതൊക്കെ ഇപ്പോഴും ഇന്നലെ കഴിഞ്ഞ പോലെ ഫീൽ ചെയ്യുക. അങ്ങനെ മഴയൊക്കെ ചെറുതായിട്ടൊന്ന് തോർന്നിട്ടുണ്ടായിരുന്നു. സന്ധ്യ എപ്പോഴാണ് നമ്മൾ ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. വൈകുന്നേരമാണ് നമ്മൾ കേക്ക് കട്ടിങ്ങും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ സംഭവങ്ങളും അതുപോലെ പഴംപൊരിയും ചിക്കൻ കറിയും ഒക്കെ ആയിട്ട് ഭാഗ്യന് ശ്രീകുട്ടനെന്തേ ഇറങ്ങാൻ നിൽക്കണു. നമുക്കിന്ന് ഇവിടെ നിന്ന് ഒരു 10-23 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നണു ഒല്ലൂർക്ക്. കറക്റ്റായിട്ട് എനിക്കറിയില്ല. അതിലൊക്കെ പൂട്ടി പോകുന്നുണ്ട്. നമ്മുടെ ഇവിടെ ഇതൊക്കെ നിങ്ങൾ ഇന്നും കാണുന്ന കാഴ്ചകളാണല്ലേ. എനിക്കിങ്ങനെ ഒരു കഥ പോലെ അങ്ങോട്ട് പോയാലാണ് ഒരു സമാധാനം കിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ ഇറങ്ങാണ് കേട്ടോ. മഴയൊക്കെ തോർന്നത്, മഴ പെയ്തതായിട്ടും കൂടി ഫീൽ ചെയ്യണില്ലായിരുന്നു. കാരണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഗംഭീര വെയിലായിരുന്നേ. അപ്പം നമുക്കിനി യാത്ര ഒല്ലൂരിലോട്ടാണ്. ഷോപ്പിലൊക്കെ ഒന്ന് കയറി നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വഴി ഒല്ലൂർ അവണിശ്ശേരിയിൽ എത്തിയപ്പോഴേക്കും രാത്രി ആയിട്ടുണ്ടായിരുന്നു. ശ്രീകുട്ടൻ്റെ ഒരു ഉറക്കവും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തിരിക്കുകയാണ്. എങ്ങനെയുണ്ട് അച്ഛ കാല്? ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞാ. ഇന്ന് ആരാണ്ട് വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുഞ്ഞിന്റെ ബർത്ത്ഡേ എല്ലാവരും വിഷ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട്. ചേച്ചിയായിട്ടായും കുഞ്ഞിനൊക്കെ നമ്മുടെ വല്ലൂരിലേക്ക് വരലാണ് കേട്ടോ കൂടുതലും ഫ്രീക്വന്റ് ആയിട്ട് നടക്കുന്ന സംഭവം. നമ്മൾ കാര്യം കട വരെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിലും കടയിലേക്ക് എത്തുമ്പോൾ ചേച്ചിയായിട്ടായൊക്കെ നമ്മൾ അവിടെ വന്ന് കാണലാണ്. ഒല്ലൂർക്ക് വന്നിട്ട് കുറച്ചധികം ദിവസമായിരിക്കണമെന്ന്. അങ്ങനെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ചിക്കൻ്റെ ടേസ്റ്റൊക്കെ നോക്കി എല്ലാവരും പറഞ്ഞു നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ആദരവൊക്കെ ഏറ്റുവാങ്ങി നമ്മളിനി കിച്ചണിലേക്ക് നടക്കുകയാണ്. കാരണം നമുക്കിനി ദോശയല്ലോടെ എന്താ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്, ചപ്പാത്തി ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ തിരക്കില്ല. ഞാനുണ്ടാക്കിയ കറിക്ക് ഗ്രേവി കുറവാന്ന് പറഞ്ഞിട്ട് ചേച്ചി കുറച്ച് ചിക്കൻ എടുത്തിട്ട് നന്നായിട്ട് ഗ്രേവിയിൽ ഉണ്ടാക്കിയിട്ട് നമ്മുടെ കറിയായിട്ട് ഒന്ന് കൂട്ടി കുഴച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് എത്ര ആൾക്കാരുണ്ടെന്നൊന്നും അറിയണ്ടായില്ലല്ലോ. ഞാൻ വിചാരിച്ചു നമ്മൾ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ, പിന്നെ ഇവിടെ പിള്ളേരുണ്ടാവുള്ളൂ എന്ന്. അപ്പോൾ ചേച്ചിമാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ചേച്ചിമാർക്ക് വേണ്ടിയിട്ടുള്ള ഗ്രേവിയും കൂടെ തയ്യാറാക്കണമല്ലോ. അതിൻ്റെ ഒരു പണിപ്പുരയിലൊക്കെ ആയിരുന്നു കുറച്ച് നേരം. പിന്നെ നമ്മളിപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. കുഞ്ഞിൻ്റെ പരീക്ഷ കഴിഞ്ഞു, +2 കഴിഞ്ഞു, ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യത്തിലാണ് എത്തി നിൽക്കുന്നത്. BSc നഴ്സിങ്ങിന് പോയാലോ എന്നൊരു അഭിപ്രായമുണ്ട്. അപ്പോൾ BSc നഴ്സിംഗ് പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് കഴിഞ്ഞിട്ടുള്ളവരോ അല്ലെങ്കിൽ നിങ്ങൾ മക്കളെ പഠിപ്പിക്കുന്നുള്ളവരുണ്ടെങ്കിൽ നല്ല കോളേജൊക്കെ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം ചേച്ചിമാരെ. അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് DM ചെയ്താലും മതി. നമുക്ക് മഹാരാഷ്ട്ര വരെ അയക്കാനായിട്ട് ചേച്ചിക്ക് ഒരു പേടി പോലെ, ഇത്രയും ദൂരെയല്ലേ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മൾ അടുത്ത എവിടെയെങ്കിലുമൊക്കെ കേരളത്തിൽ കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് അറിയില്ല. കിട്ടില്ല, 96% മാർക്കൊക്കെ വേണമെന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ചർച്ചകളൊക്കെയാണ് നടക്കുന്നത്. പിന്നെ നമ്മൾ കർണാടകയിൽ എന്തോ KT എക്സാമോ മറ്റോ ഉണ്ട്, അത് എഴുതാണ്ട സമയമൊക്കെ കഴിഞ്ഞു. ആളിപ്പോഴാണ് ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നത് BSc നഴ്സിംഗ് പഠിക്കാൻ പറ്റിയെന്ന്. അപ്പോൾ നമ്മൾ ഒരു കൗൺസിലിംഗ് ഒക്കെ നടത്തി ആൾ സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട് നഴ്സിങ്ങിന് പോകാമെന്നുള്ള രീതിയിൽ. അതിൻ്റെ എന്താ പറയുക, പ്രൊസീജിയറുകളും അവിടെ നേരിടുന്ന പ്രശ്നങ്ങളും എല്ലാ കോഴ്സിനും ഉണ്ടല്ലോ. എന്തായാലും മുന്നോട്ട് ജീവിക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ അങ്ങനെ തീരുമാനത്തിലെത്തിയിരിക്കുന്നത് BSc നഴ്സിങ്ങിനാണ്. അപ്പോൾ ആർക്കെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെസ്സേജ് ഇട്ടോളൂ കേട്ടോ. പ്രായം 17 പാതിയിളക്കം.
മധുര 18 പ്രായം അപ്പോഴും പാട്ടുണ്ട് കേട്ടോ കുഞ്ഞാ. മധുരം 17 എനിക്ക് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഫ്ലാഷ് ഇട്ടിട്ട് ഫോട്ടോ മുറുക്കിനേക്കാളും മുന്നേ വേണ്ടേ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഞങ്ങളുടെ കേക്ക് വന്നു, കേക്ക് റെഡിയായി. 1 ബിയില് ചേച്ചിമാരൊക്കെ ഉണ്ട് കേട്ടാ ഇവിടെ. പിന്നെ അത് ഇവിടെ ഏട്ടായി എല്ലാവരും. നമുക്കിനി കേക്ക് മുറിക്കാം. കേക്ക് മുറിക്കുമ്പോ ഞാൻ ഈ ഭാഗങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിഗംഭീരമായിട്ടുള്ള ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളൊരു നമുക്ക് വ്ളോഗൊക്കെ കിട്ടും. എന്നാൽ ചില കാര്യങ്ങൾ കുറേ നാൾ കഴിഞ്ഞ് കാണുമ്പോൾ നമുക്ക് ചെറിയൊരു പുഞ്ചിരി നമ്മുടെ ചുണ്ടിൽ ഇങ്ങനെ വരാൻ വേണ്ടിയിട്ടേ ഇതൊക്കെ അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് മനഃപൂർവ്വം ഇട്ടതാണ് കേട്ടോ. കുറേ ചളികളൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും, പക്ഷേ യൂഷ്വലി നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അങ്ങനെ കേക്കൊക്കെ വന്ന് സെറ്റായി, ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞു. ഞാനിപ്പോഴും ആഗ്രഹിക്കാറുണ്ട് കേട്ടോ, കുഞ്ഞിൻ്റെ ചെറുപ്പത്തിലൊക്കെ ഒന്ന് പോകാൻ പറ്റിയിരുന്നെങ്കിൽ, ശ്രീകുട്ടൻ്റെ ചെറുപ്പത്തിലേക്കൊക്കെ ഒന്ന് പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്. അവരെ ഫോട്ടോസ് കാണുമ്പോഴാണ് കൂടുതൽ ആഗ്രഹിക്കാറുള്ളത്. അത് കാരണം കൊണ്ട് എല്ലാ ബർത്ത്ഡേക്കും നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളും ഫോട്ടോ ഒക്കെ കുറേ ഇങ്ങനെ ശേഖരിച്ച് വെക്കും കേട്ടോ. എന്നെക്കാളും കൂടുതൽ കളക്ഷൻസ് ചേട്ടൻ്റെ കയ്യിലാവും ഉണ്ടാവുക. ഏട്ടായി എല്ലാ ഫോട്ടോസും ഇങ്ങനെ കൂട്ടി വയ്ക്കും, ശ്രീകുട്ടൻ്റെയും ഭാഗ്യൻ്റെയും ഒക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കഴിച്ച് സെറ്റായി ഭക്ഷണം കഴിക്കാൻ വിചാരിക്കുകയാണ്. ഇവിടെ നമുക്ക് അയൽപ്പക്കത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ചേച്ചിക്ക് ഇളയച്ചന്മാർ ഇളയമ്മമാർ എല്ലാവരും ഉണ്ട്. അവരുടെ മക്കളുടെ മക്കളൊക്കെ ആയിട്ട് കുഞ്ഞിനൂടെ കളിക്കാൻ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും കുഞ്ഞൻ കളിക്കലൊക്കെ വളരെ കുറവാണ്. ശ്രീകുട്ടനാണ് കളിക്കാൻ ആൾക്കാരില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട്. ഇപ്പോൾ 2 ദിവസമായിട്ട് നമ്മൾ തലൂര് വീട്ടിൽ ബിന്ദേച്ചിരി അപ്പൂൻ്റെ ഒക്കെ കൂടെ ഇങ്ങനെ ആസ്വദിച്ച് നടക്കുന്നത് കേട്ടോ. അപ്പോൾ വിഷു കഴിഞ്ഞ് വന്നപ്പോൾ അത് വീണ്ടും ശ്രീകുട്ടൻ മിസ് ചെയ്യുന്നുണ്ടാവും. വിഷുവിന് നമ്മൾ കടയിൽ പോകുന്ന സമയത്തായിരുന്നു കേട്ടോ ശ്രീകുട്ടനെ അവിടെ കൊണ്ടാക്കിയിരുന്നത്. അപ്പോൾ കുഞ്ഞിനും ഇവിടെ പറഞ്ഞു വെച്ചാൽ കുഞ്ഞിനും ഇവിടെ കുറേ ബന്ധുക്കളുണ്ട് ചുറ്റും. അങ്ങനെ കേക്ക് കൊടുപ്പീര് ചടങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, മധുരം വെപ്പ് ചടങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ചേച്ചി ആസ്ഥാന കേക്ക് കെട്ടുകാരി കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തു. എല്ലാവരും കേക്കൊക്കെ കഴിച്ച് നമ്മൾ ഉണ്ടാക്കിയ ഫുഡ് കഴിക്കാൻ പോവാണ്. അതിൻ്റെ തിരക്കിലാണ് കേട്ടോ. ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് ഇന്ന പ്രായമൊന്നുമില്ല കേട്ടോ. നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും അനിയത്തിമാരെയും അനിയന്മാരുടെയും എല്ലാവരുടെയും അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും ഒക്കെ ഒരു കുഞ്ഞി കേക്ക് മേടിച്ചിട്ട് അവരെ കൊണ്ടൊന്ന് കട്ട് ചെയ്യുമ്പോൾ അവരുടെ മുഖത്ത് വരുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതിൽ പ്രൈസ്ലെസ് ആണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കേക്കൊക്കെ കഴിച്ച് സെറ്റായി കുറച്ച് നേരം ഞങ്ങൾ സംസാരിച്ചൊക്കെ ഇരുന്നു. എല്ലാവരും കൂടെ കൂടുമ്പോൾ നമുക്ക് സംസാരിക്കാനായിട്ട് വേണ്ട കാര്യങ്ങളാണ്, മാത്രമല്ല സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചി ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഭാഗ്യൻ, അതായത് ചേച്ചി രാജുവേട്ടാന്നാണ് വിളിക്കാന്നുണ്ടെങ്കിലും സ്ഥാനം കൊണ്ട് അനിയനല്ലേ, അപ്പം അനിയന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ചോറ്. കാരണം അനിയൻ ചോറ് മാത്രമേ കഴിക്കുള്ളൂ, അനിയന് ഈ ചപ്പാത്തി വക സംഭവങ്ങളൊന്നും പിടിക്കില്ല. അപ്പം അമ്മ മേടിച്ചു കൊടുത്തതാണ് കേട്ടോ ആൾക്ക് ഈ ഒരു ഹാൻഡ് ബാഗ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ അഡ്മിഷൻ്റെ കാര്യങ്ങൾക്ക് അതിനൊക്കെ ആയിട്ട് എപ്പോഴും പോണ്ടി വരുമല്ലോ. അപ്പോൾ ഫോണൊക്കെ വെക്കാൻ ഒരു ബാഗ് വേണ്ടെന്ന് വെച്ചിട്ട് അച്ഛനും മോനും കൂടി മേടിച്ചു കൊടുത്തതാണ് ആ ബാഗ്. ചുറ്റൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇടാൻ. ഞാൻ നമ്മുടെ ഓണത്തിൻ്റെ ഷൂട്ടിൻ്റെ ഇടയിലും എക്സാമിൻ്റെ ഇടയിലും ഒക്കെ ആയിപ്പോയി. അന്ന് അതിട്ട് നടന്നൂല്ല, ഇത് കൊടുക്കാനും പറ്റിയില്ല എന്ന് പറഞ്ഞ രീതിയിലാണ്. അവിടെ നിന്ന് പോരും ചെയ്തു, വിചാരിച്ചോടത്ത് എത്തിയില്ല. അങ്ങനെ അതേ ഭാഗ്യൻ ആണ് ഭക്ഷണം കഴിക്കാനിരിക്കുന്നത്. ആദ്യം തന്നെ എല്ലായിടത്തും ഭാഗ്യന് ആദ്യം ഭക്ഷണം വേണമെന്ന് ഭാഗ്യന് നിർബന്ധമുള്ള കാര്യമാണ്. അതെന്താ അങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആളാണ് ആദ്യം ഭക്ഷണം കഴിക്കാനിരിക്കുക. പണ്ട് എന്നെ പിടിച്ചിരുത്തായിരുന്നു, ഇപ്പം നമ്മൾ കൂടെ ഇരിക്കണ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. ഞാൻ ചേച്ചിമാരൊക്കെ കൂടിയാണ് ഭക്ഷണം കഴിക്കാനിരിക്കുക ഇപ്പോഴും. ഭാഗ്യന് അതിന് സങ്കടം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പറയാം, മോൻ എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കായിരുന്നൂടെ, അതൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ ആ ഒരു വൈബിലിരുന്ന് ഭക്ഷണം കഴിക്കണം. ഭാഗ്യൻ ഭക്ഷണം കഴിച്ച് ചടപടയെന്ന് ഭക്ഷണം കഴിക്കലും കഴിയും, ആൾ പോലും കഴിയും. അങ്ങനെ നല്ല കുത്തിരി ചോറല്ലായിരുന്നു തോന്നുന്നു, നല്ല ജയണെന്ന് തോന്നുന്നു. അതും ചിക്കൻ കറിയും കൂർക്കുപ്പേരിയും അമ്മയുടെ വക മീൻ കറിയും പിന്നെ ചിക്കൻ വറുത്തതും
പിന്നെ എന്തൊക്കെയായിരുന്നു ചേച്ചിയുടെ വക മോര് കൂട്ടാനും അച്ചാറുകള് അങ്ങനെ ദൈവമേ ഇതിങ്ങനെ പറയില്ലേ ഒത്തൊരുമിക്കുമ്പോൾ വലിയൊരു മല തന്നെ അങ്ങോട്ട് പോരുന്നു അതുപോലെ തന്നെയായിരുന്നു ഒരു കുന്ന് കറികളും ആഘോഷങ്ങളും ഒക്കെ ആയിട്ടാണ് കേട്ടോ കുഞ്ഞിൻ്റെ പ്രാവശ്യത്തെ ബർത്ത്ഡേ ഒട്ടും വിചാരിക്കാണ്ട് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിള്ളേർ സെറ്റുകൾ എല്ലാവരും ഉണ്ട്. റിതി, നൈനുട്ടി, ശ്രീഹരി, നമ്മുടെ ശ്രീകുട്ടൻ, ഇത് നമ്മുടെ സുന്ദരിക്കുട്ടി, ഇതൊക്കെ ചേച്ചിയുടെ തൊട്ടപ്പുറത്തുള്ള ഇളയച്ചന്മാരും പാപ്പന്മാരും ഒക്കെ വീടുകളിലത്തെ ചേച്ചിമാരൊക്കെയാണ് കേട്ടോ. ജിൻ ചേച്ചി, ആദ്യ ചേച്ചിയൊക്കെ. ഇനിയും കുറേ പേരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ ഓരോരോ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് വിഷുവൊക്കെ അല്ലേ അതിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഇതാ പോവാൻ വേണ്ടി ഒരുങ്ങുകയാണ്. പോവാനായിട്ട് ബാക്കി വന്ന ചിക്കനും കാര്യങ്ങളൊക്കെ വാരി പറക്കി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം, ചപ്പാത്തി പാക്കറ്റൊക്കെ ആയിട്ട്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ചേച്ചി ഏട്ടായൊക്കെ അങ്ങോട്ട് വരും. വിഷു നമ്മൾ വല്ലൂർ ആഘോഷിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നല്ല സന്തോഷത്തോടെ കൂടെ ഞാൻ ഇവിടെ വ്ളോഗ് അവസാനിപ്പിച്ച് ടാറ്റയൊക്കെ പറഞ്ഞ് പോവാന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഒരു സംഭവം ഉണ്ടായത്. ടാറ്റാ അച്ഛാ. നമ്മുടെ ഒല്ലൂർ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് ആണ് ചേച്ചിയുടെ വീട് കേട്ടോ. ആ റെയിൽവേ സ്റ്റേഷൻ ഇങ്ങോട്ട് പാസ് ചെയ്തപ്പോൾ നമ്മുടെ വണ്ടിയുമ്പോൾ വലിയൊരു ആണി കയറി വണ്ടി മൊത്തം പഞ്ചറായി. അപ്പോൾ സ്ക്രീനിൽ 8% എയർന്ന് കാണിക്കുകയായിരുന്നു. നമുക്കാണെങ്കിൽ വണ്ടി മേടിച്ചിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത്. വണ്ടിയുടെ സ്റ്റെപ്പിനെ എങ്ങനെ മാറ്റിയിടുന്നൊന്നും അറിയില്ല. അങ്ങനെ യൂട്യൂബിൽ നമ്മൾ പരതിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സൊമാറ്റോ ഓടുന്ന ഒരു ചേട്ടൻ വന്നിട്ട്, ഒരു ദൈവദൂതനെ പോലെ ഒരു ചേട്ടൻ വന്നിട്ട്, എന്താ ചേട്ടാ പറ്റിയേ, ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്ന് ചോദിക്കലല്ല, ആൾ ആ ആണി അങ്ങോട്ട് ഊരിയെടുത്തു. വണ്ടിയിൽ ഒരു എയർ പമ്പ് ഉണ്ടായിരുന്നു, അതിൽ എയർ അടിച്ചു തന്നു. പിന്നെ നമുക്ക് പഞ്ചർ ഒട്ടിച്ച് തന്നു. എൻ്റെ ദൈവമേ, ചില സമയങ്ങളിൽ നമുക്ക് ദൈവദൂതന്മാർ ഇങ്ങനെ നേരിട്ട് ഇറങ്ങി വരുമെന്ന് അറിയില്ലേ, അതായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഞാൻ ദൈവദൂതം എന്ന് പറയാൻ കാരണം നമുക്ക് ഒരു 11:30 11:45 സമയത്താണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ നേരത്ത് നമ്മുടെ ഇവിടെ പമ്പുകളൊന്നും അല്ലെങ്കിൽ പഞ്ചർ അടയ്ക്കുന്ന സെൻറ്ററുകളൊന്നും ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല, എല്ലാം അടച്ചു പോയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല നമുക്കാണെങ്കിൽ വല്ലൂർ എത്തും വേണം. നമ്മുടെ വല്ലൂർ എത്തണമെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് അറിയാലോ അവിടുത്തെ രാസ്തകളൊക്കെ വഴികളൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യം. അപ്പോൾ ഒരു റിസ്ക് എടുത്തിട്ട് പോലൊന്നും നടക്കുകയൊന്നുമില്ല. അങ്ങനെ ആ ചേട്ടൻ പ്രസാദേട്ടൻ എന്നാണ്, പ്രസാദേട്ടനെ അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ കാര്യം ഒന്ന് പറയണേ. പ്രസാദേട്ടനെ കണ്ടു എന്നെങ്കിലും, കണ്ടോ പഞ്ചറൊക്കെ അടച്ചു തന്നു കേട്ടോ ആള്. ചില ആൾക്കാർ അങ്ങനെയാണല്ലേ, ഒരു ബന്ധുവും ഒന്നും നോക്കാതെ നമ്മൾ ചാടി ഇറങ്ങി നമ്മളെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ആൾക്കാരായിരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നവരാണ് എല്ലാവരും. അങ്ങനെ പഞ്ചർ അടച്ചു തന്നു പ്രസാദേട്ടൻ. അങ്ങനെ നമ്മൾ തിരിച്ച് മടങ്ങാണ് നമ്മുടെ വീട്ടിലേക്ക്. ചില സമയങ്ങളിൽ ഇങ്ങനെ ദൈവദൂതന്മാരൊക്കെ വരില്ലേ, അതുപോലെ പ്രസാദേട്ടൻ, സൊമാറ്റോ ഓടുന്ന പ്രസാദേട്ടൻ ദൈവദൂതന്മാരെ പോലെ വന്നു. അയ്യോ, ഏട്ടായും വന്നു കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോവാണ്. ഇനി ഭയങ്കര അത്ഭുതമല്ലേട്ടാ അത്. അയ്യോ അപ്പൊ സ്റ്റെപ്പിനെടുത്ത് പുറത്തിട്ടപ്പോ തന്നെ ആള് വന്നു. 39 സംതിങ് ആണെന്ന് തോന്നുന്നു അതിൻ്റെ പ്രഷറിൻ്റെ ഒരു 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 റേഞ്ച് വരുന്നത്. ആ റേഞ്ചിൽ എത്തിയിട്ട് നമ്മളിങ്ങനെ കുറച്ച് നേരം മുന്നോട്ട് പോകുന്തോറും ഒട്ടും എയർ ലീക്കാവുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ദൈവദൂതനെയും കണ്ടിട്ടാണ് നമ്മൾ ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞിട്ട് മടങ്ങിയത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വ്ളോഗ്. നമുക്ക് അടുത്ത വ്ളോഗിൽ ഇതിൽ നല്ല വിശേഷങ്ങളായിട്ട് കാണാൻ. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ. ശ്രീജ.